ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ ശതാബ്ദി ആചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ഭാരതത്തിന്റെ മഹാനായ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമാണ് ശ്രീനാരായണ ഗുരുവെന്ന് രാഷ്ട്രപതി. തുല്യതയുടെയും ഐക്യത്തിന്റെയും മാനവികതയുടെയും തത്വമാണ് ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചതെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. He devoted his life to liberating people from the darkness of ignorance and superstitions. Srinarayana Guru believed in the oneness of all existence. He saw God as the divine presence within every living being. He gave the powerful message of one caste, one religion, one God for mankind. His teachings went beyond the boundaries of religion, caste, and creed. He believed that real liberation comes from knowledge and compassion, not from blind faith. Srinarayana Guru always emphasized self-purification, simplicity, and universal love. മഹാസമാധിയുടെ 3 വർഷം നീളുന്ന ശതാബ്ദി പരിപാടികളാണ് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ ശതാബ്ദി ആചരണ സമ്മേളനം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. പറയൂ കൂടുതൽ വിവരങ്ങൾ. ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ 2028 വരെ നടക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ആഗോളതല പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് രാഷ്ട്രപതി കൂടിയായ ദ്രൗപദി മുർമു അല്പസമയം മുമ്പ് ശിവഗിരി മഠത്തിലെ ശിവഗിരി തീർത്ഥാടന ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ വളരെ കരുതലോടെയും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെയും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ മുഴുനീളം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. മനുഷ്യത്വം പറഞ്ഞു തന്ന ഗുരുവാണ് ശ്രീനാരായണ ഗുരുവെന്നായിരുന്നു ഈ ഒരു സമാധിയുടെ ശതാബ്ദി ആഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത്. ജാതിക്കും മതത്തിനും എതിരായി എടുത്ത നിലപാടുകൾ നിർണായകമായിരുന്നു. ഒപ്പം തന്നെ വിദ്യാഭ്യാസം നൽകിയ സമൂഹത്തെ വളർത്തിയെടുത്തൊരു ഗുരു കൂടിയായിരുന്നു, വിശ്വഗുരു കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഭാരതത്തിന്റെ മഹാനായ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമാണ് ശ്രീനാരായണ ഗുരുവെന്ന് സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രസംഗം ആരംഭിച്ചത്. ഒപ്പം തന്നെ തുല്യതയുടെയും ഐക്യത്തിന്റെയും മാനവികതയുടെയും തത്വമാണ് ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചതെന്നും രാഷ്ട്രപതി പറയുകയും ചെയ്തു. അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടിൽ നിന്നും ഗുരുനന്മയുടെ വെളിച്ചത്തിലേക്ക് നയിച്ചു. ഒപ്പം തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന മഹത്തായ പ്രബോധനം നൽകിയാണ് സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുക. എന്തായാലും യഥാർത്ഥ മോചനം അന്ധവിശ്വാസങ്ങളിലല്ല വിദ്യാഭ്യാസത്തിലൂടെയെന്നും മലയാളത്തിൽ ശ്രീനാരായണ ഗുരു സൂക്തം ചൊല്ലിയുമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തപ്പോൾ രാഷ്ട്രപതി മഠത്തിൽ തുടരുകയാണ്. മഠത്തിൽ ചെറിയ തോതിലുള്ള ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം സന്യാസിമാർക്കൊപ്പവും ഒപ്പം തന്നെ മഠത്തിലെ മറ്റ് വിശിഷ്ടമായിട്ടുള്ള ആളുകൾക്കൊപ്പവുമാണ് കഴിക്കുന്നത്. അതിനുശേഷം അവിടെ ഒരു ചെറിയ കൂടിക്കാഴ്ചകൾ ഈ സന്യാസിമാരുമായിട്ടും ഒക്കെ ഉണ്ട്. അതിനുശേഷമാണ് ഇവിടെ നിന്നും വാഹന വ്യൂഹത്തിൽ വർക്കല ഹെലിപ്പാഡിലേക്കും അവിടെ നിന്ന് കോട്ടയം പാലയിലേക്കും പോകുന്നത്. പാലയിലാണ് ഇനി അടുത്ത പരിപാടിയുള്ളത്. പാലയിലെ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ ചടങ്ങുകളിൽ മുഖ്യ അതിഥിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ 1 മണിക്കൂർ മുൻപെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്തെ വർക്കലയിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. രാവിലെ, അതായത് സന്ദർശനത്തിന്റെ 3ാം ദിവസമായി ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാവിലെ രാജ്ഭവനിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് ആ ചടങ്ങിൽ സംസാരിച്ചതിന് ശേഷമാണ് പൊതുപരിപാടിയായ വർക്കലയിലെ ശിവഗിരിയിലേക്ക് എത്തുകയും ശിവഗിരിയിലെ സമാധി ആചാര ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന സഭയിൽ സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ സുരക്ഷാ വലയത്തിലാണ് രാഷ്ട്രപതി എത്തിയിട്ടുള്ളത്. നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ സമയത്തിൽ മുൻപ് തന്നെ ഇവിടെ എത്തി ഔദ്യോഗിക ചടങ്ങുകൾ പൂർത്തിയാക്കി ഇപ്പോൾ മഠത്തിൽ വിശ്രമിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അല്പസമയത്തിനകം വിശ്രമവും ഭക്ഷണവും പൂർത്തീകരിച്ചതിന് ശേഷം റോഡ് മാർഗം വർക്കല പാപനാശത്തെ ഹെലിപ്പാഡിലേക്ക് പോകും. അവിടെ നിന്ന് ഹെലികോപ്റ്റർ വ്യൂഹം നേരെ പാലയിലേക്കാണ് പോകുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലുള്ള നിർണായകമായ സന്ദർശനം കൂടിയാണ് രാഷ്ട്രപതിയുടേത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യമായിട്ട് ശിവഗിരിയിലേക്ക് എത്തിയ രാഷ്ട്രപതി വളരെ ആദരവോടുകൂടിയും ഒപ്പം തന്നെ വളരെ സൗഭാഗ്യവും ആക്കിയാണ് സ്വീകരിക്കുകയും ആ രാഷ്ട്രപതിയെ ഇവിടെ നിന്നും തിരികെ യാത്രയാക്കുകയും ചെയ്തിട്ടുള്ളത്. രാഷ്ട്രപതിക്ക് ശിവഗിരി മഠത്തിന്റെ ഭാഗമായി ഒരു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രതിമ കൂടി നൽകിക്കൊണ്ടാണ് മഠം ഇപ്പോൾ യാത്രയാക്കാനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കുന്നത്. രോഹിണി. ശരി, എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.